പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ശോച്യാവസ്ഥയിലായ കെട്ടിടം പൊളിക്കുന്നത് വേണ്ടത്ര സുരക്ഷാ മുൻകരുതൽ ഇല്ലാതെയെന്ന ആരോപണം. ആശുപത്രിയിലെ ലാബിനു മുന്നിലെ കെട്ടിടമാണ് ആശുപത്രി വികസനത്തിന്റെ ഭാഗമായി പൊളിക്കുന്നത്. നിത്യവും നിരവധി രോഗികളെത്തുന്ന ഇവിടെ ഒരാഴ്ച മുമ്പാണ് കെട്ടിടം പൊളിക്കാൻ തുടങ്ങിയത്. കെട്ടിടത്തിന് താഴെ ഗ്രീൻ മാറ്റ് മാത്രമാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. കെട്ടിടത്തിന്റെ അത്രയും ഉയരത്തിൽ ഗ്രീൻ മാറ്റ് സ്ഥാപിച്ചെങ്കിലേ പൊളിക്കുമ്പോഴുണ്ടാകാവുന്ന പൊടിശല്യം പ്രതിരോധിക്കാൻ സാധിക്കൂ. എന്നാൽ കരാറുകാർ ഇതൊന്നും സജ്ജീകരിച്ചിട്ടില്ല. ലാബ് പരിശോധനകൾക്കായി ധാരാളം രോഗികൾ കാത്തുനിൽക്കുന്നതിന് സമീപത്താണ് കെട്ടിടം പൊളിക്കൽ നടക്കുന്നത്. ഇവിടെ നിന്നുള്ള പൊടി രോഗികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് പറഞ്ഞു. ജനങ്ങളുടെ ആരോഗ്യം സുരക്ഷിത ഉറപ്പുവരുത്തേണ്ട ജില്ലാ ആശുപത്രി തന്നെ ജനങ്ങളുടെ ആരോഗ്യം ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളോട് ചെയ്തു വരുന്നത്. സാധാരണ തരത്തിലുള്ള കെട്ടിട പൊളി സമയത്ത് നിരവധി മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, തദ്ദേശ സ്ഥാപനത്തിന് ഡിമോളിഷൻ പെർമിറ്റ് എടുക്കണം. കെട്ടുന്ന കെട്ടിടത്തിന് സർക്കാർ സ്ഥാപനങ്ങൾക്ക് പെർമിറ്റ് ആവശ്യമില്ല. പക്ഷേ കൺകറൻസ് ഇൻഫർമേഷൻ തദ്ദേശ സ്ഥാപനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. പക്ഷേ ജില്ലാ ആശുപത്രിയിൽ ഇതൊന്നും വാങ്ങി കാണുന്നില്ല. നേരെ പൊളിച്ചു മാറ്റി. തൊട്ടടുത്ത് തന്നെ ആശുപത്രിയുണ്ട്, ബെഡുകളുണ്ട്, രോഗികളുണ്ട്, നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എല്ലാ സാധ്യതയുണ്ട്. പൊതുവിൽ ഈ ജില്ലാ ആശുപത്രി എന്നുള്ളത് മലിനജലം ഒഴുക്കൽ, അതുപോലെ സെപ്റ്റേജ് ടാങ്ക്, എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് നിയന്ത്രണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരു കെട്ടിട സമയത്ത് കൃത്യമായിട്ട് തദ്ദേശ സ്ഥാപനത്തിൻ്റെ അനുമതി ഇല്ലാതെ അത് ചെയ്യാൻ പാടില്ല. കാരണം ഒരു സ്ഥാപനം കെട്ടുമ്പോൾ സ്വാഭാവികം അതിൻ്റെ ഓപ്പൺ പ്ലേസ്, അതിൻ്റെ പാർക്കിംഗ് ഏരിയ ഇതെല്ലാം അളന്ന് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ ഒരു ലക്കില്ലാതെ ഇവർ നിർമ്മാണം നടത്തി. നേരത്തെ മാനസിക രോഗ ചികിത്സ, ലഹരിക്ക് അടിമകളായവർക്കുള്ള ചികിത്സ എന്നിവയാണ് ഈ കെട്ടിടത്തിലുണ്ടായിരുന്നത്. പഴയ കെട്ടിടം പൂർണ്ണമായി പൊളിച്ച ശേഷം പുതിയത് നിർമ്മിക്കാനാണ് പദ്ധതി. UTV ന്യൂസ്, പാലക്കാട്.